ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ലേറ്റസ്റ്റായി റിലീസ് ചെയ്ത ദ ഗ്രേറ്റ് ഇന്ത്യൻ സൂയിസൈഡ് എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഗ്രാമത്തിലൂടെ പോകുന്ന ഒരു കാറാണ് കാണിക്കുന്നത്. എന്നാൽ കുറച്ച് ദൂരം പോയതിനു ശേഷം ആ വണ്ടിക്ക് തീ പിടിച്ച് അതിലുള്ള വ്യക്തി അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു. എന്നാൽ ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന വ്യക്തി ആരാണ് എന്ന കാര്യമൊന്നും ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നില്ല. അവിടെ കച്ചത് നമ്മുടെ നായകനായിട്ടുള്ള ഹേമന്തിനെയാണ് കാണിക്കുന്നത്. നായകൻ തന്റെ സുഹൃത്തായിട്ടുള്ള രാജീവിനൊപ്പം ഒരു റെസ്റ്റോറൻ്റ് എല്ലാം നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയം അവിടുത്തെ സ്റ്റാഫ് അവർ ഓർഡർ കൊടുത്തിട്ടുള്ള കുക്കീസ് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഇത് കേട്ട രാജീവ് അത് ഹേമന്തിന്റെ ഡിവിഷനാണെന്നും അവന്റെ ആളാണ് കുക്കീസ് എല്ലാം ഡെലിവറി ചെയ്യേണ്ടത് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇതേസമയം കുക്കീസുമായി നമ്മുടെ നായിക അവിടേക്ക് കടന്നു വരുന്നു. നമ്മുടെ നായികയുടെ പേരാണ് ചൈത്ര. നായകൻ മാസങ്ങളായി അവളെ വൺ സൈഡായി പ്രണയിക്കുകയാണ്. ചൈത്ര അവർക്ക് അവൾ പുതിയതായി ഒരു കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതിന്റെ സാമ്പിൾ എല്ലാം എല്ലാവർക്കും കൊടുത്ത് അഭിപ്രായമെല്ലാം ചോദിക്കുന്നു. നായികയുടെ കുക്കീസ് എല്ലാം കഴിച്ച് എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് പറയുന്നത് കേട്ട് നായകനും വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. അങ്ങനെ നായിക ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കുക്കീസ് എല്ലാം സെയിൽ ചെയ്യാൻ വന്നുകൊണ്ട് അവർ തമ്മിൽ വളരെയധികം ക്ലോസ് ആവുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നായകൻ നായികയെ ഒരു ഹിൽ ടോപ്പിലെല്ലാം കൊണ്ടുപോയി അവിടെ വെച്ച് അവളെ പ്രപ്പോസ് എല്ലാം ചെയ്യുന്നു. എന്നാൽ നായിക അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. നായിക അവനോട് അങ്ങനെ പെരുമാറിയതിൽ നായകന് വളരെയധികം വിഷമമാവുന്നു. അവൻ തന്റെ വിഷമമെല്ലാം തന്റെ ഉറ്റ സുഹൃത്തായ രാജീവിനോട് തുറന്നു പറയുന്നു. അവർ റെസ്റ്റോറൻ്റ് എല്ലാം ക്ലോസ് ചെയ്ത് ഈ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് പോകാൻ വേണ്ടിയെല്ലാം തീരുമാനിക്കുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ റെസ്റ്റോറൻറ്റിലെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ട് അവിടേക്ക് കയറി വന്ന നായിക ഹേമന്തിനോട് കുറച്ച് സംസാരിക്കാനെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മുകളിലത്തെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നായിക അവനോട് അവൾക്ക് അവനെ ഇഷ്ടമാണെന്നും എന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ അവളുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യമെല്ലാം അവനോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട ഹേമന്തിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ആ സമയം നായിക അവളുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയെല്ലാം നായകനോട് പറയാൻ വേണ്ടി തുടങ്ങുന്നു. നായിക തനിക്ക് 6 വയസ്സുള്ളപ്പോൾ തൻ്റെ അച്ഛൻ മരിച്ചെന്നും എന്നാൽ അതിനുശേഷം തൻ്റെ ബന്ധുവായിട്ടുള്ള നീലകണ്ഠനാണ് അവരെ നോക്കിയത് എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു പോയെന്നും ഈ ഗ്രൂപ്പ് സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ച് ലൈഫിലേക്ക് വരാൻ വേണ്ടി സാധിക്കും എന്ന കാര്യമെല്ലാം നായകനോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും നായകന് ഇതിൽ നിന്നും ഒന്നും തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയൊന്നും സാധിക്കുന്നില്ല. നായിക അവിടെ നിന്നും പോയതിനു ശേഷം നായകൻ തൻ്റെ സുഹൃത്തിനെയും കൂട്ടിക്കൊണ്ട് തനിക്ക് പരിചയമുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട ഡോക്ടർ ഇതുപോലത്തെ ആചാരങ്ങളെല്ലാം പണ്ട് മുതൽക്കേ നടന്നു വരാറുണ്ടെന്നും അതിൻ്റെ തെളിവായി പണ്ട് നടന്ന കുറേ സംഭവങ്ങളെല്ലാം നായകന് കാണിച്ചു കൊടുക്കുന്നു. നായകൻ ഡോക്ടറോട് ഈ സൂയിസൈഡ് നിർത്താൻ വേണ്ടി എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ട ഡോക്ടർ അവനോട് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കുന്ന വ്യക്തിയെ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ സൂയിസൈഡ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന കാര്യമെല്ലാം പറയുന്നു. ഡോക്ടർ അതിനോടൊപ്പം അവർക്ക് അത്രയും വിശ്വാസമുള്ള വ്യക്തികളെ മാത്രമാണ് അവരുടെ പൂജയിലെല്ലാം ഉൾക്കൊള്ളിക്കൂ എന്ന കാര്യം കൂടി നായകനോട് പറയുന്നു. അവിടെ കച്ചത് അന്ന് രാത്രി നായികയെ കോൾ ചെയ്ത് നായകൻ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി നാളെ രാവിലെ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കച്ചത് നായകനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അമ്പലത്തിലേക്ക് വരുന്ന നായികയെയാണ് കാണിക്കുന്നത്. നായകൻ അവളെയും കൂട്ടിക്കൊണ്ട് നേരെ അമ്പലനടയിലേക്ക് പോകുന്നു. അമ്പലനടയിൽ വെച്ച് അവൾ പ്രാർത്ഥിക്കുന്ന സമയം നോക്കി നായകൻ അവൾ അറിയാതെ അവളുടെ കഴുത്തിൽ താലിയെല്ലാം കെട്ടുന്നു. ഇതെല്ലാം തൊട്ടപ്പുറത്ത് നിന്ന് അവന്റെ സുഹൃത്തും കടയിലെ സ്റ്റാഫും കൂടി വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം മനസ്സിലാക്കിയ നായകനോട് അവൾ തന്റെ വീട്ടിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്തതിനു ശേഷം മാത്രം അവൻ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന കാര്യമെല്ലാം അവനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് നായകന് വളരെയധികം സന്തോഷമാവുന്നു. അവിടെ കച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നായികയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന നായകനെയാണ് കാണിക്കുന്നത്. വീടിന് പുറത്തെത്തിയ ഹേമന്തിനോട് ഒരു പയ്യൻ നീ ഹേമന്താണോ എന്ന് പേപ്പറിലെല്ലാം എഴുതി ചോദിക്കുന്നു. അവൻ ഹേമന്തിനെ അവരുടെ കുടുംബക്കാരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ കച്ചത് അവരുടെ കുടുംബക്കാരെ മീറ്റ് ചെയ്യുന്ന ഹേമന്തിനെയാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ആ മരിച്ചുപോയ നീലകണ്ഠൻ എന്ന വ്യക്തിയുടെ മകളുടെ ഭർത്താവ് നായകന് അവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തിയെല്ലാം കൊടുക്കുന്നു. എല്ലാവരെയും പരിചയപ്പെട്ട ശേഷം നീലകണ്ഠന്റെ ഭാര്യയും ആ വീട്ടിലെ ഏറ്റവും ഉയർന്ന സ്ഥാനവുമുള്ള ദാദിമ നായികയോട് നായകന് വേണ്ട മുറിയെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. റൂമിലേക്ക് പോകുന്നതിനിടയിൽ നായകൻ ആ പയ്യൻ സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന കാര്യമെല്ലാം നായികയോട് ചോദിക്കുന്നു. എന്നാൽ നായിക അവൻ സംസാരിക്കാൻ തോന്നുമ്പോൾ മാത്രമാണ് വായ തുറക്കൂ എന്നെല്ലാം നായകനോട് പറയുന്നു. നായിക അവരുടെ അമ്മയെല്ലാം നായകന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നാൽ അമ്മ കിടക്കുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള മീറ്ററിൽ ഒരു അലാറം എല്ലാം അടിക്കുന്ന ശബ്ദം കേട്ട ഉടൻ തന്നെ നായിക ഒരു സൂചിയെല്ലാം എടുത്ത് കുറച്ച് മരുന്നെല്ലാം അമ്മയ്ക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നു. റൂമിലേക്ക് പോകുന്നതിനിടയിൽ നായകൻ ഒരു റൂം ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ട് നായികയോട് അതിനെപ്പറ്റിയെല്ലാം ചോദിക്കുന്നു. എന്നാൽ നായിക
ഇത് നീലകണ്ഠൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ റൂമാണെന്നും അയാൾ മരിച്ചതിനു ശേഷം ഇവിടേക്ക് ആരും വരാറില്ല എന്നെല്ലാം നായകനോട് പറയുന്നു. നായകൻ നായിക കാണാതെ ആ ലോക്കിന്റെ ഫോട്ടോ എല്ലാം എടുത്ത് തന്റെ സുഹൃത്തിന് അയച്ചു കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് റൂമിലെത്തി സംസാരിച്ചിരിക്കുന്ന നായികയെയും നായകനെയുമാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം നായകനുള്ള ചായയുമായി ഡൈവേഴ്സ് എല്ലാം കഴിഞ്ഞു നിൽക്കുന്ന നായികയുടെ സ്റ്റെപ്പ് സിസ്റ്റർ സിറി അവിടേക്ക് കടന്നു വരുന്നു. ഒരുമിച്ചിരിക്കുന്ന അവരെ കണ്ട സിരി നായികയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവിടെ കട്ട് ചെയ്ത് ഉറക്കത്തിൽ അവിടെയുള്ള എല്ലാവരും കൂടി തന്നെ കൊല്ലാൻ വരുന്ന സ്വപ്നം കണ്ടെഴുന്നേൽക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് രാത്രിയിൽ എല്ലാവരും കൂടി ഡിന്നർ എല്ലാം കഴിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നീലകണ്ഠന്റെ മകളുടെ ഭർത്താവിനെ എല്ലാവരും അണ്ണൻ എന്നാണ് വിളിച്ചിരുന്നത്. ഡിന്നർ എല്ലാം കഴിക്കുന്ന സമയം അണ്ണൻ നീലകണ്ഠൻ ചെയ്തിട്ടുള്ള മായാജാലങ്ങളെ പറ്റിയെല്ലാം നായകന് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നായകന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നായകൻ അവർ ഈ പറഞ്ഞതിനെയെല്ലാം ധിക്കരിക്കുന്നത് കണ്ട് അണ്ണൻ നായകനോട് ദേഷ്യപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് അന്ന് രാത്രി ഗൂഗിളിൽ നീലകണ്ഠനെ പറ്റി ഡീറ്റെയിൽ ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. അതിൽ നിന്നും നായകന് നീലകണ്ഠന് പൊളിറ്റിക്സിനും നല്ല പിടിപാടുണ്ടായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കോഫിയെല്ലാം കുടിച്ചു നിൽക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം നായകന്റെ സുഹൃത്ത് നായകന് വേണ്ട ഡ്യൂപ്ലിക്കേറ്റ് കീസ് എല്ലാം അവന് എത്തിച്ചു കൊടുക്കുന്നു. നായകൻ ആരും കാണാതെ ആ കീസെല്ലാം ഉപയോഗിച്ച് നീലകണ്ഠന്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. റൂമിലെ സാധനങ്ങളെല്ലാം പരിശോധിക്കുന്നതിനിടയിൽ നായകന് അവിടെ നിന്നും ഒരു ഫിലിം പെട്ടിയെല്ലാം ലഭിക്കുന്നു. അവൻ അതിലുണ്ടായിരുന്ന കാസറ്റെല്ലാം പ്ലേ ചെയ്ത് നോക്കി അതിൽ എന്താണ് എന്നെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ നായകനെയും അവരുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ആ മൊന്തയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയം ആ മൊന്ത അവിടെ നിന്നും നീങ്ങിപ്പോകുന്നു. ഉടനെ തന്നെ ഉച്ചത്തിൽ ഒരു വ്യക്തിയുടെ ശബ്ദമെല്ലാം കേൾക്കാൻ വേണ്ടി തുടങ്ങുന്നു. അയാൾ അവരോട് എത്രയും പെട്ടെന്ന് അയാളെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഈ സമയം നായകനോട് ഇത് നീലകണ്ഠൻ എന്ന ആ വ്യക്തിയുടെ ശബ്ദമാണ് എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ നായകൻ ഇതെല്ലാം കേട്ട് വിശ്വസിക്കാൻ വേണ്ടി റെഡിയായിരുന്നില്ല. എല്ലാവരും പോയതിനു ശേഷം ആ മൊന്തയെല്ലാം എടുത്ത് പരിശോധിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നായകൻ എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തുന്നു. നായകൻ ഒരു ചില്ല് ഗ്ലാസും ഒരു പ്ലാസ്റ്റിക് ഗ്ലാസും എല്ലാം അവരുടെ മുമ്പിൽ നിരത്തി വെക്കുന്നു. എന്നിട്ട് ഇന്നലെ വിളിച്ചതുപോലെ നീലകണ്ഠനെ വിളിച്ചു വരുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത്തവണ എത്ര വിളിച്ചിട്ടും ഒരു റെസ്പോൺസ് പോലും അവർക്ക് ലഭിച്ചില്ല. നായകൻ ഇന്നലെ ആരോ കൈ ഉപയോഗിച്ച് ആ പാത്രം തട്ടി നീക്കിയതാണെന്നും അല്ലാണ്ട് നീലകണ്ഠൻ ഇവിടേക്ക് വന്നിട്ടില്ല എന്നുമെല്ലാം അവർക്ക് പ്രൂവ് ചെയ്തു കൊടുക്കുന്നു. നായകൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീലകണ്ഠന്റെ ഭാര്യ ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടി റെഡിയായിരുന്നില്ല. അവിടെ കട്ട് ചെയ്ത് അന്ന് രാത്രി കുളി കഴിഞ്ഞു വരുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ അവൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ സിറി ആ റൂമിലേക്ക് കയറി വരുന്നു. അവൾ നായകനുമൊത്ത് റൊമാൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഒരുവിധം അവളെ ആ റൂമിൽ നിന്നും പറഞ്ഞയക്കുന്നു. ആ സമയം നായിക അവിടേക്ക് വന്ന് നായകനോട് അവളുടെ ഫ്ലാഷ് ബാക്കിൽ നടന്ന കുറെ സംഭവങ്ങളെ പറ്റിയെല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് സൂയിസൈഡ് എല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള അരങ്ങെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുന്ന അണ്ണനെയാണ് കാണിക്കുന്നത്. ആ സമയം അയാൾ നായകനെയും ഇത് റെഡിയാക്കാൻ വേണ്ടി ഹെൽപ്പിന് വേണ്ടിയെല്ലാം വിളിക്കുന്നു. അളവെല്ലാം എടുത്ത ശേഷം അവർ ഈ വിവരമെല്ലാം ദാദിമായോട് പറയുന്നു. അപ്പോഴാണ് നായകന് തന്റെ സ്പെക്സ് താൻ അളവെടുത്ത റൂമിൽ ഊരിവെച്ച കാര്യം ഓർമ്മ വന്നത്. നായകൻ ആ സ്പെക്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ആ മിണ്ടാൻ സാധിക്കാത്ത ആ കുട്ടി അവിടെ ആ കയറിൽ കെട്ടി തൂങ്ങുന്നത് കണ്ട് അവൻ ഓടിച്ചെന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു. എന്നാൽ അവന്റെ ഭാഗത്തുനിന്ന് അധികം റെസ്പോൺസ് ഒന്നും കാണാത്തത് കണ്ട് അവർ അവനെ എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയം സിറി നായകനോട് അവൻ ചൈത്രയെ രക്ഷപ്പെടുത്തുമ്പോൾ അതിന്റെ കൂടെ അവളുടെ കുടുംബക്കാരെയും കൂടി രക്ഷപ്പെടുത്താമോ എന്നെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട നായകൻ വളരെയധികം ഇമോഷണൽ ആവുന്നു. ആ സമയം നായകൻ അവൻ കൺസൾട്ട് ചെയ്ത ആ ഡോക്ടർ അവിടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് നോട്ടീസ് ചെയ്യുന്നു. നായകൻ ഉടനെ തന്നെ ആ ഡോക്ടറെ ചെന്ന് മീറ്റ് ചെയ്ത് അവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയെല്ലാം ഡോക്ടറോട് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. ഡോക്ടർ അവനോട് ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്വത്തുക്കളെല്ലാം ആരുടെ പേരിലേക്കാണ് പോകുന്നത് എന്ന കാര്യമെല്ലാം നോട്ടീസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്ന സമയം നായകൻ ഈ വീട് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ നായകന്റെ ഈ ചോദ്യം അവിടെയുള്ള ആർക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അണ്ണൻ നായകനോട് അവൻ എന്തിനാണ് ഇവിടുത്തെ സ്വത്ത് വിവരമെല്ലാം അന്വേഷിക്കുന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അവനോട് ദേഷ്യപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിനു ശേഷം നായകനെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന ദാദിമായെയാണ് കാണിക്കുന്നത്. അവർ നായകന്റെ കയ്യിൽ ആ വീടിന്റെ പാറഫറ്റോണയും അതോടൊപ്പം കുറച്ച് കാസറ്റും എല്ലാം ഏൽപ്പിക്കുന്നു. ദാദിമ നായകനോട് അവർ എല്ലാവരെയും കൊല്ലപ്പെടുകയാണെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം നായകന് ഇഷ്ടമുള്ള വ്യക്തിക്ക് എഴുതി കൊടുക്കാനുള്ള അധികാരമെല്ലാം കൊടുക്കുന്നു. ദാദിമ അവിടെ നിന്നും പോയ ഉടൻ തന്നെ ആ കാസറ്റ് എല്ലാം ഓരോന്നായി പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ നായകന് ആ കാസറ്റിൽ നിന്നും സിഗിയും ആ വീട്ടിലെ ജോലിക്കാരനും കൂടി റൊമാൻസ് എല്ലാം ചെയ്യുന്നത് നീലകണ്ഠനും അണ്ണനും കൂടി കൈയോടെ പിടികൂടുന്നത് കാണാനിടയായി.
കാണാനിടയാവുന്നു. നായകൻ സിഗിയെ കോൾ ചെയ്തുകൊണ്ട് അവളോട് ഇതിനെപ്പറ്റിയുള്ള കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അവൾ അന്ന് അണ്ണനാണ് അവനെ റൂമിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയതെന്നും അതിനുശേഷം അവനെപ്പറ്റി ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട നായകനും സിറിയും കൂടി നേരെ അണ്ണനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ആദ്യമൊന്നും അയാൾ ഇതിന് ഒട്ടും തന്നെ സഹകരിക്കാത്തത് കണ്ട് അവർ അയാളെ ഒരു ചെയറിലെല്ലാം കെട്ടിയിട്ട് ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ കുറച്ചു നേരം ഷോക്ക് അടിപ്പിച്ചതിനു ശേഷം അയാൾ സത്യമെല്ലാം തുറന്നു പറയാൻ വേണ്ടി തുടങ്ങുന്നു. അന്ന് താൻ പിടിച്ചുകൊണ്ട് പോയ ആ ജോലിക്കാരനെ നീലകണ്ഠൻ ഗാരേജിൽ വെച്ച് തല്ലിക്കൊന്നെന്നും അതിനുശേഷം ഈ കേസെല്ലാം ബാബയുടെ സഹായത്താൽ ഇവർ ഒത്തുതീർപ്പാക്കി എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഈ ബാബയുടെ പേര് കേട്ട ഉടൻ തന്നെ നായകൻ താൻ ഈ പേര് എവിടെയോ വായിച്ചിട്ടുണ്ട് എന്ന കാര്യമെല്ലാം ഓർത്തെടുക്കുന്നു. ഉടൻ തന്നെ അവൻ ദാദിമ ഏൽപ്പിച്ച ആ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കാൻ വേണ്ടി തുടങ്ങുന്നു. അവിടെ കച്ചിത് തന്റെ സുഹൃത്തിനെയും കൂട്ടിക്കൊണ്ട് ആ ബാബയെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്ന നായകനെയാണ് കാണിക്കുന്നത്. ആ സമയം അവൻ തനിക്ക് കിട്ടിയ പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് ആ സ്വത്തുക്കളെല്ലാം ബാബയുടെ ട്രസ്റ്റിന് വേണ്ടി ഡൊണേറ്റ് എല്ലാം ചെയ്യുന്നു. ഇത്രയും വിലപിടിപ്പുള്ള സ്വത്തുക്കളെല്ലാം ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ബാബ നായകനുമായി വളരെയധികം ക്ലോസ് ആവുന്നു. ഇത് മനസ്സിലാക്കിയ നായകൻ ബാബയോട് പണ്ട് സ്ഥിരമായി ആ വീട്ടിലേക്ക് വന്നിരുന്ന വ്യക്തിയായിരുന്നിട്ടും പിന്നീട് എന്താണ് നീലകണ്ഠൻ മരിച്ചതിനു ശേഷം അങ്ങ് അവിടേക്ക് വരാത്തത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ബാബ ആ സമയം ഓരോ മുട്ടിന്യായമെല്ലാം പറഞ്ഞ് നായകന്റെ ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെ കച്ചിത് വീട്ടിൽ തന്റെ കയ്യിലുള്ള അവസാനത്തെ ടേപ്പ് പ്രൊജക്ടറിലെല്ലാം ഇട്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അതിൽ സ്വാമിജിയുടെ പുതിയ ആശ്രമത്തിന്റെ ഉദ്ഘാടന ദിവസം ആരോ സ്വാമിജിയുടെ മുഖത്തേക്ക് ചോറെല്ലാം വലിച്ചെറിയുന്നത് നായകൻ കാണാനിടയാവുന്നു. എന്നാൽ അതാരാണ് എന്നറിയാൻ വേണ്ടി അവൻ നോക്കിയിരിക്കുന്ന സമയം താഴെ നിന്നും എന്തോ ശബ്ദം കേട്ട് അവൻ താഴേക്ക് ചെല്ലുന്നു. എന്നാൽ അവൻ താഴെ നിന്നും മുകളിലേക്ക് വരുന്നതിന് മുമ്പായി ആ ടേപ്പെല്ലാം ആരോ കത്തിച്ചെല്ലാം കളഞ്ഞിരുന്നു. അവിടെ കച്ചിത് എല്ലാവരും കൂടി ആത്മഹത്യയെല്ലാം ചെയ്യാൻ പോകുന്ന ആ ദിവസമാണ് കാണിക്കുന്നത്. എല്ലാവരും കൂടി അവരുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിനു ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ കയറുകളിൽ ചെന്ന് തൂങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ നായകൻ അവന്റെ കയർ നേരത്തെ തന്നെ കുറച്ച് ലൂസാക്കി വെച്ചത് കൊണ്ട് അവൻ സുഖമായി അതിൽ നിന്നും രക്ഷപ്പെടുന്നു. ഉടനെ തന്നെ അവൻ ചെന്ന് നായികയുടെ കയറെല്ലാം വലിച്ച് അവളെ താഴേക്കെല്ലാം ഇറക്കുന്നു. എന്നാൽ അവൾ ഹേമന്ത് അവളെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് താൻ തന്റെ കുടുംബത്തെ ചതിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് നിലവിളിക്കുന്നു. എന്നാൽ ഇവർ തമ്മിൽ ഈ സംസാരിക്കുന്നതിനിടയിൽ തൊട്ടപ്പുറത്തെ റൂമിലെ ചെയറിൽ ആരോ ഇരിക്കുന്ന കാര്യമെല്ലാം ഇവർ നോട്ടീസ് ചെയ്യുന്നു. ഉടൻ തന്നെ നായിക അതാരാണ് എന്നറിയാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കുന്നു. എന്നാൽ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന ബാബയെ കണ്ട് നായിക മൊത്തത്തിൽ ഷോക്കാവുന്നു. അവൾക്ക് അവരുടെ പ്ലാൻ എല്ലാം ഇവർ കണ്ടുപിടിച്ചു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. ഹേമന്ത് അവളോട് അവൾ എന്തിനാണ് അവളുടെ കുടുംബത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അവൾ ഇത് തന്റെ കുടുംബമല്ലെന്നും തന്നെ വർഷങ്ങളായി നീലകണ്ഠൻ തന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെന്നും തന്റെ അമ്മയെ പോലും അയാൾ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ടാണ് പാരലൈസ് ആക്കിയത് എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് നീലകണ്ഠൻ അവളെ ബാബയുടെ അടുത്തേക്ക് കൊണ്ടുവന്നതെന്നും അതിനുശേഷം അവിടുന്ന് പിന്നീട് താൻ ബാബയുടെ കൂടെ ആശ്രമത്തിലാണ് വളർന്നത് എന്ന കാര്യമെല്ലാം നായകനോട് പറയുന്നു. നായിക താൻ ചെറുപ്പം തൊട്ട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആ പകയാണ് ഇന്ന് ബാബയുടെ സഹായത്തോടെ ഇവിടെ വെച്ച് ചെയ്തത് എന്ന കാര്യമെല്ലാം നായകനോട് പറയുന്നു. എന്നാൽ ഈ സമയം നായകൻ നായികയെ ഞെട്ടിച്ചുകൊണ്ട് അവരോടെല്ലാം കണ്ണു തുറക്കാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. എന്നാൽ അവരോരോരുത്തരായി കണ്ണെല്ലാം തുറന്നു വരുന്നത് കണ്ട് നായിക മൊത്തത്തിൽ ഷോക്കാവുന്നു. നായകൻ താൻ നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും ലഭിച്ച കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറയാൻ വേണ്ടി തുടങ്ങുന്നു. നായകൻ സ്വാമിജിയെ എടുത്ത് നല്ല രീതിക്ക് പെരുമാറിയത് കൊണ്ട് അയാൾ എല്ലാ സത്യങ്ങളും നായകനോട് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അതിൽ നിന്ന് നായകന് ഇതെല്ലാം നായികയുടെ പ്ലാനാണ് എന്ന കാര്യമെല്ലാം നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ നായകൻ ഈ വിവരമെല്ലാം ആ കുടുംബത്തുണ്ടായിരുന്ന എല്ലാവരെയും നേരത്തെ തന്നെ വിളിച്ചെല്ലാം അറിയിച്ചിരുന്നു. ബാബ തന്റെ ആരാധകരെ കൂട്ടാൻ വേണ്ടിയെല്ലാം കൊക്കൈനും മയക്കുമരുന്നും എല്ലാം കൊടുത്ത് നായികയെ പോലെ ഒരുപാട് പേരെയെല്ലാം അയാളുടെ വശത്താക്കിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നീലകണ്ഠൻ ബാബയോട് അയാളുടെ പുതിയ ആശ്രമം പണിയാൻ വേണ്ടി സാങ്ഷൻ തരേണ്ട ഓഫീസർ പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടി റെഡിയാവുന്നില്ല എന്ന് ബാബയോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം തൊട്ടപ്പുറത്ത് നിന്ന് കേട്ടിരുന്ന നായിക ബാബയോടുള്ള ആരാധന കാരണം ആ ഓഫീസറെ സെഡ്യൂസ് ചെയ്ത് അയാളെ കൊണ്ട് ആ പേപ്പറെല്ലാം സൈൻ ചെയ്ത് വാങ്ങിപ്പിക്കുന്നു. അവിടെ കച്ചിത് നീലകണ്ഠനും ബാബയും കൂടി സംസാരിച്ചിരിക്കുന്ന സമയം അവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം ബാബ നായികയോട് വളരെയധികം ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറുന്നത് കണ്ട് നീലകണ്ഠന് ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ബാബയോട് മര്യാദക്കിരുന്നില്ലെങ്കിൽ ഈ ആശ്രമം പണിയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വ്യാജ ഡോക്യുമെന്റ്സിന്റെ കാര്യമെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ബാബ നായികയും കൂട്ടുപിടിച്ചുകൊണ്ട് നീലകണ്ഠനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു. അവർ നീലകണ്ഠൻ അന്ന് അവിടെ നിന്ന് പോകുന്ന സമയം അയാളുടെ കാറിൽ എക്സ്പ്ലോഷന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. എന്നാൽ നീലകണ്ഠൻ മരിച്ചതുകൊണ്ട് അവർക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ടിങ് എല്ലാം പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവുന്നു. ആ സമയം നായിക ഒരു പ്ലാൻ എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതുവഴി അവരുടെ വീട്ടിലുള്ള എല്ലാവരെയും കൊന്നുകൊണ്ട് ആ സ്വത്തെല്ലാം ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. പ്രസന്റിൽ ഈ കാര്യമെല്ലാം അറിഞ്ഞ അവരുടെ വീട്ടുകാരെല്ലാവരും കൂടി
ബാബയെ പോലീസിന്റെ കയ്യിലെല്ലാം പിടിച്ചേൽപ്പിക്കുന്നു. ആശ്രമത്തിൽ നിന്നുള്ള ഡ്രഗ്സ് എല്ലാം ഉപയോഗിച്ച് നായികയുടെ മനസ്സിന് നല്ലപോലെ ബാധിക്കപ്പെട്ടതുകൊണ്ട് നായികയെ തന്റെ സുഹൃത്തായിട്ടുള്ള ആ ഡോക്ടറിന്റെ ക്ലിനിക്കിലെല്ലാം കൊണ്ടാക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.